നമ്മളിപ്പോൾ അഫാന്റെ ഉമ്മ ഷെമിയെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഇതുവരെ ഉമ്മ ഒന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. എന്തായാലും ഉമ്മയൊന്ന് കാണാമെന്ന് കരുതി. മനസ്സിലായോ? അമ്മയ്ക്കിപ്പോ ശാരീരിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഉമ്മ നമ്മളോട് ഒരു കാര്യം അറിയിക്കാൻ വന്നതാണ്. ഷെഫാന്റെ ബാപ്പയോട് സംസാരിച്ചായിരുന്നേ. അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പൊ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. ഇനി പഴയ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസമല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാ. അപ്പൊ ഉമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ഉമ്മ ഇപ്പോ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണോ ഉമ്മ നിൽക്കുന്നത്? അതാണ് കറക്റ്റ്. ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മ ഉള്ളു. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. എന്റെ ഓർമ്മയിലും അത് തന്നെയാണ്. ഉമ്മയോട് പോലീസുകാർ കുറെ തവണ ചോദിച്ചോ ഇത്? ചോദിച്ചു, 2 തവണ ചോദിച്ചു. ഒന്നും ഓർമ്മ കിട്ടാത്തോണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത്? ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങള്, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഫഹീമിനോട് ഇത് തന്നെയാണോ പറഞ്ഞത്? ഫഹീമിനോട് ഇത് തന്നെ പറഞ്ഞു. ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക. നമ്മളെ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോൾ പോലീസുകാരോട് സംസാരിക്കുക. ഇപ്പൊ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. എന്താണ്? മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇവര് പറഞ്ഞു ഓർമ്മ ഉണ്ട്. അല്ലാതെ എനിക്കറിയില്ല. ഇവര് പറഞ്ഞ ഓർമ്മ ഉണ്ട്. അപ്പൊ ഈ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പം പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക. കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഉമ്മ. സാറേ, എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ? എന്റെ കൊച്ചിനെ ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എന്റെ മൂത്തോ ഇളയോ മരിച്ചു. ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മനുഷ്യന് പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. നമുക്ക് നോക്കാം. ഉമ്മ സമാധാനമായിട്ട് കിടക്കുക കേട്ടോ. ഓക്കെ ഓക്കെ ഉമ്മ. ഉമ്മയെ ഞങ്ങളെ കാണാൻ പിന്നെ വരാം കേട്ടോ. ഉമ്മ സുഖമായിട്ട് കഴിയുമ്പോൾ നമുക്ക് പോവാം. നമുക്ക് വിട്ടു. എനിക്കൊന്ന് ഉമ്മയുടെ ഓർമ്മകളിൽ അതെ താങ്കളെ ഓർമ്മ തിരിച്ചു കിട്ടാൻ ഓർമ്മയിൽ ചിലപ്പോ എനിക്കൊന്ന് ഉമ്മയുടെ ഓർമ്മകളിൽ ഇങ്ങനെ തന്നെയായിരിക്കും തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഉമ്മ ഇങ്ങനെ പറയും. അതെ അങ്ങനത്തെ ആയിരിക്കണം. ശരി, വാതിലടച്ചോളൂ.